കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു കേട്ടോ ഈ വൈറൽ പേസ്ട്രീസൊക്കെ ട്രൈ ചെയ്യുക എന്നുള്ളത്. ന്യൂയോർക്കിലെ മാൻഹാട്ടനിലുള്ള സൽസ്വിയിലാണ് ഈ വൈറൽ പേസ്ട്രീസൊക്കെ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എത്തിയിരിക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ഇവിടെ ലോങ് ക്യൂവും തിരക്കുമൊക്കെയാണ്. പക്ഷേ ഇന്ന് ചെറിയൊരു ചാറ്റൽ മഴയും തണുപ്പും ഒക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം വലിയ ക്യൂവും തിരക്കും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുടെ കുറച്ച് വൈറൽ പേസ്ട്രീസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. ഓർഡർ ചെയ്താൽ ഉടൻ തന്നെ വെയിറ്റിംഗ് ടൈം ഒന്നുമില്ല, അവർ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് തന്നു. ഓണസ്റ്റ് റിവ്യൂ പറയുവാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഇവരുടെ എല്ലാ പേസ്ട്രീസും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മൈൽഡ് സ്വീറ്റ്നെസ്സും ഫ്ലേവറും ഒക്കെയുള്ള പേസ്ട്രീസ് ആയിരുന്നു എല്ലാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ട്രൈ ചെയ്തത് അവരുടെ മാംഗോ പേസ്ട്രി ആയിരുന്നു. ഏറ്റവും കൂടുതൽ റിവ്യൂവും പോപ്പുലാരിറ്റിയും ഒക്കെ കിട്ടിയ ഒരു പേസ്ട്രി ആയിരുന്നു ഇത്. നല്ല ക്യൂട്ടായിട്ടുള്ള മാംഗോ ഡിസൈനും അതിനകത്തുള്ള ക്രീമി ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള മാംഗോ പ്യൂരിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഐ വുഡ് ഗീവ് 10 ഔട്ട് ഓഫ് 10 ഫോർ ദിസ് ഡിസേർട്ട്. അടിപൊളിയായിരുന്നു. നമ്മൾ രണ്ടാമതായിട്ട് ട്രൈ ചെയ്തത് പെയറായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സത്യത്തിൽ ഒറിജിനൽ പെയർ കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയായിരുന്നു. അതിൻ്റെ ക്രീമി ടെക്സ്ചറും ഫ്ലേവറും ഐ വുഡ് ഗീവ് 9.5 ഔട്ട് ഓഫ് 10. അടുത്തതായി ഞാൻ ട്രൈ ചെയ്തത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേസ്ട്രി ആയിരുന്നു. അത് കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു യൂസു ഫ്രൂട്ട് എന്ന് പറയുന്നൊരു ഫ്രൂട്ട് വെച്ചിട്ടാണ് ഈ പേസ്ട്രി ഉണ്ടാക്കിയിരിക്കുന്നത്. ടു ബി ഓണസ്റ്റ്, ഞാൻ ഇതുവരെ ഈ ഫ്രൂട്ട് ട്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് റാസ്ബെറി പ്ലസ് ലെമൺ കമ്പൈൻഡ് ഫ്ലേവർ ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഐ വുഡ് ഗീവ് 8.5 ഔട്ട് ഓഫ് 10. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് അവരുടെ മഷ്റൂം ഡിസൈനിലുള്ളൊരു പേസ്ട്രിയാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, മഷ്റൂമിൻ്റെ ഫ്ലേവറോ സ്മെല്ലോ ടേസ്റ്റോ ഒന്നുമല്ല ഇതിന്. ഇത് റാസ്ബെറിയും സ്ട്രോബെറിയും പിന്നെ പോംഗ്രാനൈറ്റും ഒക്കെ വന്നിട്ട് ഒരു മിക്സഡ് ഫ്ലേവർ ആയിരുന്നു. ഇതും അവരുടെ ഒരു പോപ്പുലറായിട്ടുള്ള ഒരു പേസ്ട്രിയാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഐ വുഡ് ഗീവ് 9 ഔട്ട് ഓഫ് 10. ഇനി നെക്സ്റ്റ് ഡെസേർട്ട് വന്നിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ഡെസേർട്ട് കരിക്കിൻ്റെ ഫ്ലേവറുള്ള ഒരു ഡെസേർട്ടായിരുന്നു. കരിക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിരുന്നു. ഐ വുഡ് ഗീവ് 8.5 ഔട്ട് ഓഫ് 10. എനിക്കിഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് അവരുടെ ഓറഞ്ച് ഫ്ലേവറിലും ഓറഞ്ച് ഡിസൈനിലും ഒക്കെ ഉള്ളൊരു പേസ്ട്രിയാണ്. നോക്കിക്കേ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. ഇറ്റ്സ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഈ പേസ്ട്രിക്ക് ഒരു കൂൾ ആൻഡ് റിഫ്രഷിങ് എഫക്റ്റ് ആയിരുന്നു. ഉള്ളിൽ നല്ല ഓറഞ്ച് പൾപ്പും ക്രീമും ഒക്കെ ആയിട്ട്. അവരുടെ ഈ സിഗ്നേച്ചർ പേസ്ട്രിക്കും ഐ വുഡ് ഗീവ് 10 ഔട്ട് ഓഫ് 10. നിങ്ങളും എന്നെപ്പോലെ ഈ ഡെസേർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ സൽസ്വി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു, ടേക്ക് കെയർ.